നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ്സ്, മൂക്കന്നൂർ, അങ്കമാലി. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. രക്ഷാദൌത്യത്തിന് മുക്കത്ത് നിന്ന് സന്നദ്ധ സംഘം, കോഴിക്കോട് നിന്നും 18 അംഗ സംഘം ഷിരൂരിലേക്ക്. കർണാടക ഷിരൂരിൽ കാണാതായ അർജുനെ കണ്ടെത്താനായി കോഴിക്കോട് നിന്ന് സന്നദ്ധ സംഘവും മുക്കത്ത് നിന്നുള്ള 18 അംഗ രക്ഷാദൌത്യ സംഘമാണ് ഷിരൂരിലേക്ക് തിരിച്ചത്. സംഘത്തിൽ രക്ഷാപ്രവർത്തന വിദഗ്ധരുമുണ്ട്. എന്റെ മുക്കം, പുൽപ്പറമ്പ് രക്ഷാസേന, കർമ്മ, ഓമശ്ശേരി എന്നീ സന്നദ്ധ സംഘടനകളിലെ അംഗങ്ങളാണ് യാത്ര അങ്കോലയിലേക്ക് തിരിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥർ RSSൽ പ്രവർത്തിക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് നീക്കി കേന്ദ്രം. സർക്കാർ ഉദ്യോഗസ്ഥർ RSSൽ പ്രവർത്തിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കി കേന്ദ്രം. 1966 മുതൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്കാണ് കേന്ദ്ര സർക്കാർ നീക്കിയത്. സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് എക്സിൽ പങ്കുവെച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. 58 വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഒരു ഭരണഘടനാ വിരുദ്ധമായ ഉത്തരവ് നരേന്ദ്രമോദി സർക്കാർ നീക്കം ചെയ്യുന്നതായി BJP IT വിഭാഗം മേധാവി അമിത് മാളവിയും എക്സിലൂടെ തന്നെ പ്രതികരിച്ചു. തൃശൂർ പൂച്ചട്ടി കൊലക്കേസ് പ്രതിയെ മൂവർ സംഘം വെട്ടിക്കൊന്നു. പ്രതികൾ കീഴടങ്ങി. തൃശൂർ പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു. നടത്തറ സ്വദേശി സതീഷാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 സംഭവം. 3 അംഗ സംഘമാണ് ഇയാളെ കൊലപ്പെടുത്തിയത്. 3 പേരും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം, സമ്പുഷ്ടം. ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. 7 ദിവസമായി മരവിച്ചു തുടങ്ങി എല്ലാവരും. അർജുന്റെ സഹോദരി. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ 7ാം ദിവസവും തുടരുന്നു. അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ഇന്ന് അർജുനെ കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് സഹോദരി അഞ്ജു പറഞ്ഞു. ഒരു ലോറി കണ്ടുകിട്ടിയാൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്നും ലോറി കണ്ടുപിടിക്കാനുള്ള സംവിധാനത്തിൽ വീഴ്ചയുണ്ടെന്നും അഞ്ജു പ്രതികരിച്ചു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ജൂലൈ 24 മുതൽ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡു വിതരണം ബുധനാഴ്ച തുടങ്ങുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 1600 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. ഇതിനായി 900 കോടി അനുവദിച്ചു. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും വീട്ടിലും പെൻഷൻ എത്തിക്കും. ചാലക്കുടി റെയിൽവേ പാലത്തിൽ ഒരാളെ ട്രെയിൻ തട്ടി. 3 പേർ പുഴയിൽ ചാടി. ലോക്കോ പൈലറ്റിന്റെ മൊഴി. തെരച്ചിൽ. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലത്തിലൂടെ നടന്നു പോകുകയായിരുന്ന 4 പേർക്ക് അപകടം സംഭവിച്ചതായി ലോക്കോ പൈലറ്റിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുഴയിൽ തെരച്ചിൽ ആരംഭിച്ചു. ഒരാളെ ട്രെയിൻ തട്ടുകയും മറ്റു 3 പേർ പുഴയിൽ ചാടുകയും ചെയ്തതായാണ് ലോക്കോ പൈലറ്റ് പോലീസിനെ അറിയിച്ചത്. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ഇതിലൂടെ കടന്നുപോയ ട്രെയിനിലെ ലോക്കോ പൈലറ്റാണ് ഈ വിവരം പോലീസിന് കൈമാറിയത്. കൊല്ലത്ത് പ്രതിയെ തേടിയെത്തിയ പോലീസ് ആളുമാറി ദമ്പതികളെ മർദ്ദിച്ചതായി പരാതി. അന്വേഷണത്തിന് ഉത്തരവിട്ട് SP.
കൊല്ലം ചടയമംഗലത്ത് പ്രതിയെ തേടിയെത്തിയ കാട്ടാക്കട പോലീസ് ആളുമാറി ദമ്പതികളെ മർദ്ദിച്ചതായി പരാതി. ചടയമംഗലം സ്വദേശികളായ സുരേഷ്, ഭാര്യ ബിന്ദു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കാട്ടാക്കട SI മനോജ് ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെ കൊല്ലം റൂറൽ SP പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം റൂറൽ SP അന്വേഷണത്തിന് ഉത്തരവിട്ടു. അമൃതകാലത്തെ സുപ്രധാന ബജറ്റ് ജനകീയമായിരിക്കും. പഴയ വൈരാഗ്യങ്ങൾ മറന്ന് പ്രതിപക്ഷം സഹകരിക്കണമെന്ന് മോദി. ബജറ്റ് സമ്മേളനം സർഗാത്മകമായിരിക്കുമെന്നും ജനങ്ങളുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് ഒന്നിച്ച് നീങ്ങണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മോദി. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെയാണ് അവതരിപ്പിക്കുക. മൂന്നാമത് അധികാരത്തിലെത്താനും ബജറ്റ് അവതരിപ്പിക്കാനുമുള്ള ഭാഗ്യം ലഭിച്ചുവെന്നും ജനകീയ ബജറ്റ് ആയിരിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. തുടർച്ചയായ ഇടിവ്, സ്വർണ്ണവില ഇന്നും കുറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്ത് 1 ഗ്രാം സ്വർണത്തിന്റെ വില 6770 രൂപയായി. 1 പവൻ സ്വർണത്തിന് 54,160 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയിൽ ഗ്രാമിന് 5 രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട്. ഇതോടെ 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 5625 രൂപയായി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.